ഗുഡ് മോർണിംഗ്. അപ്പം ഇറ്റ്സ് എ തേർഡ് ഡേ. ഇന്നലെയും ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയായിരുന്നു. വർക്കൗട്ട് മാത്രം കുറച്ച് പറഞ്ഞുള്ളൂ, 50 മിനിറ്റ്സ് ചെയ്തുള്ളൂ. ബട്ട് ഇന്ന് ഞാൻ എന്തായാലും വർക്കൗട്ട് കറക്റ്റ് ചെയ്യും. ഇന്ന് പക്ഷേ എൻ്റെ ടൈമിംഗ് ഒക്കെ തെറ്റി. ഞാൻ രാവിലെ എഴുന്നേറ്റതാണ്. പിന്നെ ബാലുവിന് ഫുഡ് കുക്ക് ചെയ്ത്, ബാലുവിന് കൊടുത്തിടാനുള്ള ഫുഡ് കുക്ക് ചെയ്ത്, സാക്കിന് കൊടുത്ത്, സത്യം പറഞ്ഞ് ഇന്ന് ഞാൻ ലേറ്റായി. ബട്ട് ഞാൻ എൻ്റെ ഇതെല്ലാം ഫോളോ ചെയ്യും. ടൈം കുറച്ച് വൈകിപ്പോയി. എഴുന്നേറ്റൊക്കെ കറക്റ്റായിരുന്നു. ഞാൻ അത്രയും ചെയ്തുകൊണ്ട് സമയം വൈകിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, എനിക്ക് ഇന്നും കൂടി എനിക്ക് ഫുള്ള് മര്യാദക്ക് എടുക്കാൻ പറ്റില്ല. നാളെ തുടങ്ങി ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എൻ്റെ കാണിക്കാൻ പോണേന്. പിന്നെ ഫാർമസിയിൽ വെച്ച് ഫാർമസിയിൽ അങ്ങനെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ആ വർക്ക് പ്ലേസിലെ വീഡിയോസും കാര്യങ്ങളും എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് വെച്ചിട്ട് നിങ്ങളെ ഞാൻ എല്ലാം കാണിക്കാം കേട്ടോ, ഡെയിലി കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ പ്രോപ്പറായിട്ടല്ല ഞാൻ എടുക്കുന്നത്. ബിക്കോസ് എൻ്റെ ടൈമിങ്ങും തെറ്റിപ്പോയി, എല്ലാം തെറ്റിപ്പോയി. എന്നാലും ഞാൻ വിശേഷമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ്, എനിക്ക് ഇന്നലെയും വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ട് ആദ്യമായിട്ടാണല്ലോ നമ്മൾ ചെയ്യണത്. അപ്പം എനിക്ക് കാലൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഡമ്പലില്ല. കാര്യം എന്താ വെച്ചാൽ പാല് ജിമ്മിൽ പോയിട്ടാണ് വർക്കൗട്ട് ചെയ്യണത്. ഞാൻ ജിമ്മിൽ പോകണമെന്ന് വിചാരിച്ചാലും എനിക്ക് വർക്ക് കഴിഞ്ഞ് വന്ന് ഇനി ജിമ്മിൽ പോയി തിരിച്ച് വന്ന് ഇവിടുത്തെ കാര്യം അങ്ങനെ നടക്കില്ല. ഞാൻ ഹോം വർക്കൗട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഡമ്പലുണ്ടായിരുന്നില്ല. ഞാൻ ഡമ്പൽ ഇന്നലെ തന്നെ ബുക്ക് ചെയ്ത് ഇന്ന് മോർണിംഗ് വന്നു. പിന്നെ ഞാൻ പ്രോപ്പർ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഞാൻ 2 kgയുടെയും 1 kgയുടെയും വാങ്ങിച്ച് 2 kgs ഓക്കെ ഫോർ മീ. അന്നാണ് ഞാൻ 1 kgയിൽ തുടങ്ങാൻ പോകുന്നതിന്. കാര്യം എന്താ വെച്ചാൽ തുടക്കക്കാരിയല്ലേ നമ്മൾ. ആദ്യം തന്നെ എടുത്ത് ഇനി എൻ്റെ കയ്യിൽ പോയി എനിക്ക് വർക്കിനൊക്കെ നാളെ പോകണേ, പണിക്ക് പോകേണ്ടത് മെയിനായിട്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യണില്ല. അപ്പോൾ അതൊക്കെ വിശേഷം. പിന്നെ എനിക്ക് ഇന്നലെ കുറച്ച് ക്ലീനെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി ഇപ്പോൾ വാല് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെയും പാത്രങ്ങളുണ്ടായിരുന്നു. ഞാൻ ക്ലീൻ ചെയ്തില്ല. പൊതുവേ ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യാതെ കിടക്കാറില്ല. അപ്പോൾ ഇത് 2ാമത്തെ ദിവസം ഇങ്ങനെ സമയം. പിന്നെ ഇതേപോലെയൊക്കെ കാലൊക്കെ വേദന വരുന്നു. ഇന്നലെ വർക്കൗട്ടിൻ്റെ ഇരിക്കും, പയ്യെ ശരിയാവായിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് പാത്രങ്ങൾ കഴുകി ഇത് ചെയ്ത്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് വാഷ് ചെയ്യാനിടാനുണ്ട്. അതൊക്കെ വാഷ് ചെയ്തിട്ടിട്ട് എനിക്ക് എൻ്റെ മോർണിംഗ് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നില്ല, ആ ബ്ലൂബെറി ഷേക്ക് സ്മൂത്തി ആയിരിക്കും കഴിക്കാൻ പോണത്. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ വിശേഷം പയ്യെ പറയാം കേട്ടോ. ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോണേണ്. കുറച്ച് ഹെവി ആയിപ്പോയി. കറക്റ്റ് അളവെടുത്തിട്ടല്ല ചെയ്തത്. കാര്യം ബ്ലൂബെറി ഇനി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലിട്ടു. അതുകൊണ്ട് ബാക്കിയുള്ളതും കൂടുതലിട്ടിട്ട് കുറച്ച് ഹെവി ആയിപ്പോയി. ഇറ്റ്സ് ഓക്കെ. Honestly, every small step is making me feel more positive. Perfection അല്ല, ഗോൾ കൺസിസ്റ്റൻസിയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു സൂപ്പർ ഹെൽത്തി സ്മൂത്തിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ 3 days ആയിട്ട് ഞാൻ അവക്കാഡോ സ്മൂത്തി തന്നെയാട്ടോ കഴിക്കുന്നത്. ഞാൻ എടുക്കുന്നത് ഒരു ഹാഫ് അവക്കാഡോ, ഫ്രഷ് മിൽക്ക്, ലിറ്റിൽ ഫ്ലാക്സ് സീഡ്സ്, മിക്സഡ് നട്ട്സ് ആൻഡ് കുറച്ച് ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഫ്രൂട്ട്സ് ഒന്നും യൂസ് ചെയ്യണില്ല. എല്ലാം കൂടി അങ്ങനെ ബ്ലെൻഡറിൽ ആഡ് ചെയ്ത് ക്രീമി സ്മൂത്തി റെഡിയാവും. അവക്കാഡോ ഹെൽത്തി ഫാറ്റ്സിനെ കൊണ്ട് റിച്ചാണ്. അത് നമ്മൾ ലോങ്ങർ ടൈം ഫുള്ളായി ഫീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സ്കിന്നിനും ഹാർട്ടിനും ഹെൽത്തിനും ഒക്കെ നല്ലതാട്ടോ. ഫ്ലാക്സ് സീഡ്സിലെ omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. ഫൈബറും കൊണ്ട് റിച്ചാണത്. ഡൈജഷൻ സപ്പോർട്ട് ചെയ്യാനും ഓവറോൾ വെൽനെസ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ മിക്സഡ് നട്ട്സ് ഹെൽത്തി ഫാറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ മോർണിംഗ് ഒരു എനർജി ബൂസ്റ്റ് കിട്ടാനും ഇതൊരു ഗ്രേറ്റ് ഓപ്ഷൻ ആട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതിന് പകരം ബോഡിക്ക് ഫ്യൂൽ കൊടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നമ്മുടെ എനർജി ലെവൽ, ഫോക്കസ്, മൂഡ് എല്ലാം ബെറ്റർ ആവാൻ ചാൻസസും ഉണ്ട്. റിമെമ്പർ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ക്രാഷ് ഡയറ്റ് അല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് മേക്കിംഗ് ബെറ്റർ ചോയ്സസ് എവറി സിംഗിൾ ഡേ. സ്മോൾ ഹാബിറ്റ്സ് ടുഡേ ക്രിയേറ്റ് എ ബിഗ് റിസൾട്ട്സ് ടുമോറോ. അപ്പോൾ ഞാൻ വർക്കൗട്ടിന് പ്രീ വർക്കൗട്ട് മീൽ എടുത്ത് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ ആണ് എടുത്തത്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വേൾഡ് സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ ഡമ്പലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 kgയും 2 kgയും ഞാൻ വാങ്ങിച്ചുള്ളൂ. ആദ്യമേ 2 kg എനിക്ക് ഓക്കെ ആണ്. ബട്ട് ഞാൻ ആദ്യമേ 1 kgയിൽ തുടക്കണേണ്. ബിക്കോസ് എനിക്കിനി എങ്ങാനും കൈവേദനയൊക്കെ എടുത്ത് നാളെ പണിക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ 1 kgയിൽ തുടങ്ങാൻ പോണേണ്.
പിന്നെ എൻ്റെ ലിപ്സ് കണ്ട് ഭയങ്കര ഡ്രൈ ആണ്. കാരണം ഇവിടെയൊക്കെ മൗത്ത് അൾസർ വന്ന കാര്യം എൻ്റെ ബോഡി അത്രയും ഇതായിപ്പോയായിരുന്നു. അപ്പം അങ്ങനെ മൗത്ത് അൾസർ ഫുള്ള് വന്നിട്ടുണ്ട്. ബോഡി അത്ര വീക്കായതുകൊണ്ട് മൗത്ത് അൾസർ വന്നിട്ടുണ്ട്. അപ്പം അതിന്നാണൊന്ന് സെറ്റായത്. അപ്പോൾ ഇനി തൊട്ട് ലിപ്സ് കെയർ ചെയ്യണം. പിന്നെ ഇവിടെ ലൈറ്റ് ഒട്ടുമില്ല, അതുകൊണ്ട് ലൈറ്റ് കുറവാണെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കാം. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങളെൻ്റെ ഡെയിലി ലൈഫാണ്, അപ്പോൾ എന്നെയാണ് നിങ്ങൾ കാണുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. ഞാൻ ലൈറ്റൊന്നും ചിലപ്പോൾ കുറവായിരിക്കും. പിന്നെ വിൻ്ററിൻ്റെ ടൈമിൽ പറയണ്ട, ഒന്നും കൂടി കുറവായിരിക്കും. അതുകൊണ്ടാണ് ലിപ്സ് ഇങ്ങനെ ഇരിക്കണത്. ഇറ്റ്സ് ഡ്രൈ, ബട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. എനിക്ക് ലിപ് കെയറിൻ്റെ നല്ലോണം വർക്ക് ആവണമൊക്കെ ഉണ്ട്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണിച്ചതിപ്പോൾ യെസ് അൾസർ ഉള്ളതുകൊണ്ടായിരുന്നു. അപ്പോൾ അത് ഓക്കെ ആവുകയും വന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് അങ്ങോട്ട് വിട്ടേച്ച് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് വിട്ടു. യെസ്, ഇപ്പോൾ വർക്കൗട്ട് തുടങ്ങാൻ പോണേന്. 1 kg തുടങ്ങണം ഞാൻ. ക്യൂട്ടല്ലേ? 2 kg ഉണ്ട്, പക്ഷേ ഞാൻ 1 kg തുടങ്ങാൻ പോണേ. റിസ്ക് എടുക്കുന്നില്ല. എനിക്ക് പോകണം, മെയിൻ പണിക്ക് പോകണം. നല്ല സോങ്ങൊക്കെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാം. ഞാൻ വർക്കൗട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പോൾ വീഡിയോസൊന്നും എടുക്കില്ല, ഞാൻ ബിഗിനറാണ്, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. കാര്യം ബാലുവിൻ്റെ വെയിറ്റ് ലോസ് ചെയ്തായിരുന്നു, നല്ല റിസൾട്ട് തന്നായിരുന്നു. അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് എന്നോട് ചോദിക്കാം. പിന്നെ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇനിയും കാണാം. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ട് എന്നും. കൺസിസ്റ്റൻസി ഇപ്പം 3-4 ദിവസം കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനുണ്ട്. വീഡിയോസ് ഞാൻ പറഞ്ഞു നാളെ തൊട്ട് അടിപൊളിയായിട്ട് എടുക്കാം. സാറ്റർഡേ സൺഡേ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. കാര്യം എനിക്ക് സാറ്റർഡേ സൺഡേ ആണ് കുറച്ച് പണിയുള്ളതെന്ന് വെച്ചാൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് മെയിലൊക്കെ നല്ലോണം ചെയ്യാനുണ്ട്. കാര്യം ഞാൻ മെയിൽ മിക്കതും മറന്നു കാണില്ല. അങ്ങനെ എനിക്ക് കുറേ PR പോയിട്ടുണ്ട് നല്ലത്. അപ്പം ഇനി അങ്ങനെ ഞാൻ ചെക്ക് ചെയ്യാനുണ്ട്. യെസ്, അതൊക്കെ കൊണ്ടാണ്. നല്ല സോങ്സൊക്കെ വെക്കട്ടെ. സുയ വർക്കൗട്ട് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഐ എം ടയേർഡ്. ഞാൻ 40 minutes വർക്കൗട്ട് ഇന്ന് ചെയ്തു. ഞാൻ 40 minutes വർക്കൗട്ട് ചെയ്തു. അപ്പം ഇന്ന് വർക്കൗട്ട് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആക്കി. ഇനി എനിക്ക് സാക്കിനെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം. അപ്പം ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഞാൻ ഉപയോഗിക്കുന്ന ഓയിലും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാത്ത. എന്തായാലും ഞാൻ ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെയാണല്ലോ ചെയ്യണത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ ഓയിൽ ഇപ്പോൾ കറന്റ് ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കണേ. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ. പരീക്ഷണമെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ തന്നെയാണ്. അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ചെയ്യും. ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ഞാൻ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യാനുണ്ട് ഓയിൽ. എനിക്ക് ഓയിൽ അങ്ങനെ പറ്റില്ലായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യാം. അപ്പം തന്നെ വാഷ് ചെയ്ത് എനിക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ഹലോ, അപ്പം ഓയിൽ കാണിക്കണ്ടേ? ഓയിൽ ഏതാണ് യൂസ് ചെയ്യാൻ? ഇതാട്ടോ ഞാൻ യൂസ് ചെയ്യണ ഓയില്, ഭൂമിക വെയ്റ്റിക്സിൻ്റെ. ഇതിൻ്റെ ഒരു ബോട്ടിൽ ഓൾറെഡി ഓപ്പൺ ചെയ്തത് എവിടെയോ ഉണ്ടായിരുന്നു, ഇത് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ പുതിയത് ബോട്ടിൽ എടുത്തത്. ബാലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ റിവ്യൂ ഞാൻ സൂം പറയാം. ഞാൻ ഇട്ടിട്ട് അപ്പം തന്നെ വാഷ് ചെയ്യും. കാര്യം എനിക്ക് ഓയിൽ അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇടും, അപ്പം തന്നെ വാഷ് ചെയ്യും. ഇത് ലൈറ്റ് വളരെ കുറവാണ്. വെയ്റ്റിക്സിൻ്റെ ഓയിലും ഷാമ്പൂ ഒരുമിച്ചാട്ടോ ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ ബാക്കി ബോഡി വാഷ് ഞാൻ ആക്ച്വലി യൂസ് ചെയ്യും. ഈ ഒരു ബോഡി വാഷാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതിപ്പോൾ തീരാറായി. വേറെ ഇവിടെ കുറേ ഉണ്ട്, പക്ഷെ അതാണ് യൂസ് ചെയ്യുന്നത്. ഷാമ്പൂ ഇഷ്ടംപോലെ വെറൈറ്റി ഷാമ്പൂ ഇവിടെ ഉണ്ട്. പക്ഷെ കറൻ്റ് ഞാനിപ്പം അതാണ് യൂസ് ചെയ്യണത്. പിന്നെ ഫേസ് വാഷ് ഞാൻ La Roche-Posay's യൂസ് ചെയ്യണത്. അതും സെറ്റാപ്പിനും കൂടി. പക്ഷേ La Roche-Posay തീർന്നു. ഇത് ബിഞ്ച് ചെയ്യണം, കുറച്ചും കൂടി ഉള്ളത് ബിഞ്ച് ചെയ്യും യൂസ് ചെയ്തിട്ട്. പിന്നെ സെറ്റാപ്പിൽ ഈ ഒരു ഇതാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഈ ഒരു സാലിസിലിക് ആസിഡ് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യും കേട്ടോ. വീക്ക്ലി ഒരു 2 times ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിന് ഞാൻ ഇപ്പം ലൈക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ട്രൈ ചെയ്യണതാണ്. അപ്പോൾ ഞാനങ്ങനെ സാലിസിലിക് ആസിഡ് ഒരു ഇതും കൂടി യൂസ് ചെയ്യാറുണ്ട്. പൊതുവേ പിമ്പിൾസ് തന്നെയല്ലേ, കുട്ടി പിമ്പിൾസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് ഡാൻഡ്രഫ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ യെസ്, കുളി കഴിഞ്ഞിട്ട് കാണാം എൻ്റെ മേക്കപ്പും കൂടി.
അപ്പം ഞാൻ ഇന്ന് ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, വേറെ ഒന്നുമല്ല, സെയിം ഫുഡ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ ഡിഫറെൻറ്റ് ഫുഡാകുമ്പോൾ അതും ഞാൻ കാണിച്ചു തരാം. പിന്നെ നാളെ തുടങ്ങി ഞാൻ എന്തായാലും ഫുള്ള് നിങ്ങൾക്ക് വേണ്ടി എടുക്കാം കേട്ടോ.